ഹലോ മച്ചാന്മാരെ, ബൈക്ക് ബ്രാൻഡുകൾ പുതിയ പുതിയ ബൈക്ക് വർഷം വർഷം ഇറക്കിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. അന്ന് ഈ ബൈക്ക് ബ്രാൻഡുകൾക്ക് ആദ്യത്തെ ബൈക്ക് ഏതാണെന്ന് അറിയുമോ? നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഹീറോൻ്റെ ആണ്. ആദ്യമായിട്ട് ബൈക്ക് ഹീറോ ഇറക്കിയത് വന്നിട്ട് ഹീറോ ഹോണ്ട CD100SS ആണ്. ഈ ഹോണ്ടൻ്റെ ഇത് തന്നെയാണ് ബൈക്ക് ഇന്ത്യയിലത്തെ ആദ്യത്തെ ബൈക്ക്. ഇത് ഇറക്കിയത് വന്നിട്ട് 1985-ലാണ്. അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബജാജിൻ്റെ ആണ്. ബജാജിൻ്റെ ആദ്യത്തെ ബൈക്ക് വന്നിട്ട് ബജാജ് ചേതക്കാണ്. 1960-ലാണ് ഇറങ്ങിയത്. എന്നാൽ ഇത് വേണ്ട ഒരു സ്കൂട്ടിയാണ്. എന്നാൽ ബജാജിൻ്റെ ആദ്യത്തെ ബൈക്ക് വന്നിട്ട് കവാസകിൻ്റെ കൂടെ കൊളാബറേറ്റ് ചെയ്ത് ഇറക്കിയതാണ്. ആ ബൈക്ക് വന്നിട്ട് നമ്മുടെ KB100 ആണ്. ഇപ്പോൾ നല്ല മാർക്കറ്റുള്ള ഒരു വണ്ടിയാണ്. അത് ഇറങ്ങിയത് കൊണ്ട് 1986-ലാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് യമഹേൻ്റെയാണ്. യമഹേൻ്റെ ആദ്യത്തെ ബൈക്ക് വന്നിട്ട് യമഹേൻ്റെ ഇന്ത്യയിലത്തെ ആദ്യത്തെ ബൈക്ക് വന്നിട്ട് RD350 ആണ്. 1983-ലാണ് ഇറങ്ങിയത്. അടുത്ത് നമ്മൾ നോക്കാനും പോകുന്നത് റോയൽ എൻഫീൽഡാണ്. റോയൽ എൻഫീൽഡിൻ്റെ ഇന്ത്യയിലത്തെ ആദ്യത്തെ ബൈക്ക് വന്നിട്ട് ബുള്ളറ്റ് 350 ആർമി ബൈക്കാണ്. 1955-ലാണ് ഇറങ്ങിയത്. എന്നാൽ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന മുമ്പ് ഒരു വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ അത് ഇംഗ്ലണ്ടിലാണ് ഇറക്കിയിട്ടുണ്ടായത് ആർമിക്കാർക്ക് വേണ്ടി. 1.5 HP എന്നാണ് ആ വണ്ടി ഇറങ്ങിയത്. 1901-ലാണ് ആ വണ്ടി ഇറങ്ങിയത്. ഇതാണ് ആ വണ്ടീൻ്റെ ഫോട്ടോ. അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് TVSൻ്റെ ആണ്. TVSൻ്റെ നമ്മൾ ഇപ്പോഴും കാണാറുണ്ട്. മറ്റേ സാധാ വണ്ടിയാണ് TVS 50. 1980-ലാണ് ഇറക്കിയത്. എന്നാൽ ഇതൊരു സ്കൂട്ടി പോലത്തെ ഒരു വണ്ടിയാണ്. എന്നാൽ ഇതിൻ്റെ ആദ്യത്തെ ബൈക്ക് വന്നിട്ട് നമ്മുടെ സുസുക്കിൻ്റെ കൂടെ കൊളാബറേറ്റ് ചെയ്ത് AX100 എന്ന ബൈക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. 1984-ലാണ് ഇറക്കിയത്. നമ്മുടെ സുസുക്കിൻ്റെയും ആദ്യത്തെ ഇന്ത്യത്തെ ബൈക്ക് ഇത് തന്നെയാണ്. പറഞ്ഞതൊക്കെ ഇതിൻ്റെ ഈ ബ്രാൻഡുകളുടെ ഫസ്റ്റ് സ്റ്റേജാണ്, ആദ്യത്തെ ബൈക്കാണ്. എന്നാൽ ഇപ്പോഴും ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും മാർക്കറ്റുള്ള ബൈക്ക് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഹീറോൻ്റെ വന്നിട്ട് സ്പ്ലെൻഡർ തന്നെയാണ്. അതിൻ്റെ സൗണ്ടും മെയിനായിട്ട് മൈലേജാണ് ഇപ്പോൾ ആൾക്കാർ മോഡിഫൈ ചെയ്ത് ഓടിക്കുന്നുണ്ട്. നല്ല വിലയും കൂടിയാണ്. പിന്നെ ഹോണ്ടൻ്റെ വന്നിട്ട് യൂണിക്കോൺ ആണ്. ലുക്കില്ല എന്നുള്ളൂ, അത് നല്ല പവറാണ്. അതിൻ്റെ ലുക്കൊന്ന് മാർക്കിട്ടിരുന്ന് വെച്ചാൽ വണ്ടി എവിടെയോ പോയി എത്തിയിട്ടുണ്ടാവും. അടുത്തുകൊണ്ട് ബജാജാണ്. ബജാജിൽ പിന്നെ നമുക്ക് എല്ലാം അറിയുന്നത് തന്നെ പൾസർ 150. പിന്നെ അടുത്ത് വന്നിട്ട് മറ്റേ കവാസകിയാണ്. കവാസകീൻ്റെ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം H2R ആണ്. അവരെവിടെയോ പോയി എത്തി. പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ പിന്നെ എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മുടെ പഴയ ആ ബുള്ളറ്റ് തന്നെയാണ്, ഡീസൽ ബുള്ളറ്റും പിന്നെ മറ്റേ ആ ബുള്ളറ്റുമാണ്. പിന്നെ സുസുക്കീൻ്റെ വന്നിട്ട് നമുക്ക് എല്ലാം അറിയുന്നതിനെ ഹൈബുസയാണ്. ഹൈബുസ അടിപൊളി ബൈക്കാണ്. TVSൻ്റെ വന്നിട്ട് നമ്മുടെ പഴയ അപ്പാച്ചിയാണ്. ഇപ്പോഴും ആൾക്കാർ നല്ലപോലെ ഓഫ് റോഡിനും പിന്നെ സ്റ്റണ്ട് പഠിക്കാനൊക്കെ അപ്പാച്ചി അതാണ് യൂസ് ചെയ്യുന്നത്. അത് അടിപൊളി ബൈക്കും കൂടിയാണ്. നല്ല ബിൽഡ് ക്വാളിറ്റിയും TVS ഇറക്കത്തിലൊരു തരമായിട്ടൊരു ബൈക്കും കൂടിയാണ്. മഹേൻ്റെ വന്നിട്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെ നമ്മുടെ RX100 ആണ്. അതിൻ്റെ സൗണ്ടിന് വേണ്ടി മാത്രം ഇതാണ്. ഇപ്പോൾ വണ്ടി ഇറക്കിയ വില കാട്ടി ഇപ്പോൾ നല്ല വിലയാണ് ഇപ്പോൾ ഉള്ളത്. 1 ലക്ഷത്തിന് മുകളിൽ 2 ലക്ഷത്തിന് മുകളിലൊക്കെ വണ്ടിയുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങളിത് ഫേവറേറ്റ് ബൈക്ക് ഏതാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചെറിയൊരു വീഡിയോ ആണ്.